ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഡബിൾ പെൻസിൽ മെത്തേഡിൽ ഒരു അറബിക് കാലിഗ്രാഫി ചെയ്യുന്നതാണ്. ബിഗിനേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 2 പെൻസിൽ, പിന്നെ അതുപോലെ തന്നെ റബ്ബർ ബാൻഡോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഹെയർ ബാൻഡോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെയാണ് ടൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പെൻസിൽ വലത്തെ സൈഡിലുള്ള പെൻസിൽ മേലെയും ഇടത്തെ സൈഡിലുള്ള പെൻസിൽ താഴെയും വെച്ചിട്ട്, അതായത് വീഡിയോയിൽ കാണുന്ന പോലെ എന്ത് ചെയ്താൽ കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്തിട്ട് റബ്ബർ ബാൻഡോ ടാപ്പ് യൂസ് ചെയ്തിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് 2 പെൻസിലിനെയും വരയും ഒരുപോലെ വരുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതും അതിൻ്റെ മെത്തേഡുകളും കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് ഹുബ് എന്നുള്ളൊരു വേർഡാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വേർഡാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി നോക്കട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ ഈ ഡബിൾ പെൻസിൽ വെച്ച് ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഗ്യാപ്പ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ടെക്നിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പ്രാക്ടീസ് വേണം. അപ്പോൾ ഞാൻ ഒരുപാട് ഡബിൾ പെൻസിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കൊക്കെ കൃത്യമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കൊണ്ടുവരണോ എന്നറിയണമെങ്കിൽ നിങ്ങളെനിക്ക് ഫോട്ടോ എടുത്തിട്ട് എൻ്റെ നമ്പറിലോട്ടേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് കേട്ടോ നെക്സ്റ്റ് ലെറ്റർ. അപ്പോൾ ഹുബിൻ്റെ ഭാഗവും കൂടെ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഓരോ സ്ഥലങ്ങളിലുള്ള ഗ്യാപ്പ് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കണത്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ സ്ഥലങ്ങളിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് അമർത്തി എഴുതരുത് കേട്ടോ. ഇപ്പം പെൻസിൽ പൊട്ടി കണ്ടില്ലേ, അതേപോലെ ഒരുപാട് അമർത്തി എഴുതി കഴിഞ്ഞാൽ പെൻസിൽ പൊട്ടിപ്പോവും. അപ്പോൾ എന്ത് ചെയ്യുക, ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളുണ്ടാവും നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനും ഒക്കെ ഉള്ളത്. അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് എഴുതി പ്രാക്ടീസ് ആക്കാവുന്നതാണ്. ഇതേ രീതിയിൽ ഞാൻ ആയത്തെ കുർസിയും ഒരുപാട് ഡിസൈനൊക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോസ് കണ്ടു നോക്കട്ടോ. ഇനി നമുക്ക് ഇതോടെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. അതല്ല കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് പെന്നോ കളറോ അല്ലെങ്കിൽ പെയിൻറ്റോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കലം ഇങ്കൊക്കെ യൂസ് ചെയ്യാൻ, അതുപോലെ തന്നെ മെറ്റീരിയൽസ് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡിൽ ട്രൈ ചെയ്ത് നോക്കാം. കാരണം 2 പെൻസിൽ അതുപോലെ തന്നെ ഏത് പേപ്പർ നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ കലം, ഇങ്ക്, ഗ്ലോസി പേപ്പർ, അറബിക് കാലിഗ്രാഫിയുടെ മെറ്റീരിയൽസൊക്കെ ആവശ്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇംഗ്ലീഷ് കാലിഗ്രാഫിയുടെയും ക്ലാസ്സുകളുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കട്ടോ.